ഹേ ഗൈസ്, അപ്പം നമ്മുടെ ഗൗതം വാസുദേവ് സംവിധാനം ചെയ്ത് നമ്മുടെ മമ്മൂട്ടിയും ഗോകുൽ സുരേഷും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളിൽ വന്ന പടമാണ് ഇന്ന് റിലീസായ ഡൊമിനിക് എന്ന് പറഞ്ഞ പടം. പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല എന്നൊരു ഫീലാണ് പേഴ്സണലി തോന്നിയത്. എനിക്കിതിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ മമ്മൂക്ക തന്നെയാണ്. മമ്മൂക്കയുടെ സ്റ്റൈലും ലുക്കും ഒക്കെ ഭയങ്കര രസമാണ് ഈ സിനിമയിൽ കണ്ടിരിക്കാൻ. അത് പടത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഭയങ്കര രസമാണ്. പുള്ളിയുടെ ഡ്രസ്സിങ് സ്റ്റൈലാണെങ്കിലും അതുപോലെ പുള്ളിയുടെ ഒരു ലുക്കുണ്ടല്ലോ, അതാണെങ്കിലും ഭയങ്കര രസമായിരുന്നു. ഒരു 70-കാരൻ അല്ലെ 73-കാരൻ അത് പറയില്ലായിരുന്നു. ആ ഒരു രസം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നമ്മുടെ മമ്മൂക്കയുടെ കോമഡി ഭയങ്കരമായിട്ട് വർക്കൗട്ട് ഉണ്ടായിരുന്നു ഈ സിനിമയിൽ ഉടനീളം. അത് നമുക്ക് തിയേറ്ററിൽ നിന്ന് കേൾക്കുകയും ചേർന്നു. പുള്ളിയുടെ കോമഡിക്ക് നമ്മൾ തിയേറ്റർ നല്ല രീതിയിൽ പൊട്ടിച്ചിരിക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കുമായിരുന്നു. പുള്ളിയുടെ നാച്ചുറൽ കോമഡി ആദ്യം മുതൽ അവസാനം വരെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് ഈ പടത്തിൽ. ഫസ്റ്റ് ഹാഫ് ഒരു കോമഡി മൂഡിൽ പോണ പടം സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന രീതിയിലേക്കാണ് പോണത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ ഇതിലെന്തെങ്കിലും ഉണ്ട് എന്ന് നമ്മൾ ഓർത്തിരിക്കുമ്പോൾ, പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് നീങ്ങാത്ത പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം ആ ഒരു അന്വേഷണമാണ്, ആ അന്വേഷണം അങ്ങോട്ട് നീങ്ങല്ല. ഇതിപ്പം ക്ലൈമാക്സ് വേഗം അങ്ങോട്ട് തീർന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എൻ്റെ ഒരു പേഴ്സണൽ, ഞാൻ കുറേ പടം കാണുന്നുണ്ടോയെന്നൊന്നും അറിയില്ല, എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഇതാണ് ആ ഒരു ഇൻസ്റ്റിങ് എൻ്റെ മനസ്സിലുണ്ട്. ഇത് തന്നെയാണ് ഇതിലെ ആ പ്രതി എന്നൊരു സംഭവം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ക്ലൈമാക്സിൽ വന്നു കഴിഞ്ഞപ്പം കുറച്ചുകൂടി ഒരു രസത്തിൽ ക്ലൈമാക്സ് കൊണ്ടുവന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എന്നിരുന്നാൽ പോലും എനിക്ക് പ്രത്യേകിച്ചൊരു പുതിയൊരു അനുഭവം തരാൻ ഈ പടത്തിന് സാധിച്ചോ എന്ന് ചോദിച്ചാൽ സാധിച്ചിട്ടില്ല. പിന്നെ ഇതിൽ എനിക്കൊരു ഭയങ്കര ഒരു പോരായ്മ പോലെ തോന്നിയത് മമ്മൂട്ടിയുടെ ഫൈറ്റ് സീക്വൻസ് ആണ്. അത് ഭയങ്കരമായിട്ട് പുള്ളിക്ക് ഭയങ്കരമായിട്ട് പറ്റാത്ത പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഈ പടത്തിൽ ഫൈറ്റ് സീക്വൻസ് വന്നില്ലെങ്കിലും ആ പടം ആ ഒരു മൂഡിൽ അങ്ങ് പോയാൽ പിന്നെ ചുമ്മാ ഒരു ഫൈറ്റ് സീക്വൻസ് വന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പക്ഷെ മമ്മൂട്ടിക്ക് വയ്യ, ഭയങ്കര പാട് പോലെ എനിക്ക് പേഴ്സണലി ഈ പടത്തിൽ ഫീൽ ചെയ്തു. പക്ഷേ എൻ്റെ അഭിപ്രായമാണെന്നില്ല നിങ്ങൾക്കൊക്കെ. അപ്പം നിങ്ങൾ ഈ പടം കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പടം ഫീൽ ചെയ്തതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.